ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സൂപ്പർ ടേസ്റ്റിൽ ഒരു ചിക്കൻ കറി തയ്യാറാക്കാം. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനകത്തിലേക്ക് ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തിരുമ്മിയെടുക്കുക. കണ്ടോ, നല്ലതുപോലെ നമ്മൾ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ചീനിച്ചട്ടി വെച്ചു. അതിനകത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് മുളക്, കുറച്ച് ചെറിയ ജീരകം, വലിയ ജീരകം, ഏലയ്ക്ക, ഗ്രാമ്പു, പട്ട ഇല, പിന്നെ നമുക്ക് കുറച്ച് മല്ലി. എണ്ണ ചൂടായി അതിനകത്തിലേക്ക് നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് എല്ലാം കൂടെ ഇട്ട് നമ്മുടെ ഇറച്ചിയുടെ ടേസ്റ്റ് തന്നെ ഈ ഒരു മസാലയാണ്. ഈ ഒരു മസാല നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മുളകും ജീരകവും പെരുംജീരകവും മല്ലിയെല്ലാം നല്ലതുപോലെ ഇവിടെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നമുക്ക് ആ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. ഞാനൊരു 3 സവോള ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിനകത്തിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ പേസ്റ്റായിട്ടല്ല, ഒന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ. ഇതിനകത്തിലേക്ക് നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവോള നല്ലതുപോലെ വാടി വരണം. നല്ല മെറൂൺ കളറ് ആവണം. കണ്ടോ, നമ്മുടെ സവോള ഇവിടെ നല്ലതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തത്, ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടിച്ച് വെച്ച ആ മസാല നമ്മൾ ആദ്യം വറുത്ത് വെച്ചില്ലേ, അതാണ് നമ്മുടെ ഇറച്ചിയുടെ രുചി എന്ന് പറഞ്ഞാൽ ഇതാണ്. എൻ്റെ പൊന്നി, എന്താ രുചിയാണെന്നറിയോ ഈ മസാല ചേർത്ത് കഴിഞ്ഞാൽ. നല്ല പറയാൻ എനിക്കിതില്ല, നിങ്ങളിത് ട്രൈ ചെയ്യണം. ഒന്നര അറിയാം ഇതിൻ്റെ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തിലേക്ക് ഞാൻ 1 പിടി തേങ്ങ കൊത്തിട്ട് കൊടുക്കുകയാണ്. ഇതിനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കാം. കണ്ടോ, അതിന് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചില്ലായിരുന്നു. ആ ചിക്കനകത്തിലെ വെള്ളമാണ്. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. അതിനകത്തിലേക്ക് നമുക്ക് ഇനി 1 തക്കാളി നീളത്തിലിട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്നും കൂടെ ഇളക്കി വെക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഇച്ചിരി ഉപ്പൊക്കെ ആ സമയത്ത് ഇപ്പം ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേട്ടോ, നല്ല കുറുകി നല്ല വിന്ത് നല്ല ടേസ്റ്റ്, നല്ല മണം തന്നെ അടിക്കുന്നുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് രണ്ട് പൊറോട്ടയുടെ കൂടെ തിന്നാൻ നല്ലതാണ്. പുട്ട്, ചപ്പാത്തി, അപ്പം, അങ്ങനെ പിന്നെ ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.